ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാൾക്ക് ശേഷം ഒരു ഫാമിലി വെക്കേഷൻ എന്നൊക്കെ പറയാം, നമ്മളൊരു ട്രിപ്പിന് പോവാണ്. ലാസ്റ്റ് ടൈം ഞങ്ങളൊരു വെക്കേഷന് വേണ്ടി പോയതൊരു 2022-ലായിരുന്നു. അത് ഞാൻ കോളേജ് കയറുന്നതിന് മുന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ട് നമ്മളിങ്ങനെ നടക്കാതെ പോയൊരു പ്ലാനായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഈ പ്രാവശ്യം തന്നെ അത് നടത്തി. തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ വി ആർ ഇൻ മുംബൈ റൈറ്റ് നൗ, ദ സിറ്റി ഓഫ് ഡ്രീംസ്, where my parents started off. ഞാൻ ലാസ്റ്റ് പോയത് ഓർമ്മയില്ലാത്തൊരു ഏജ് ആയതുകൊണ്ട് തന്നെ മെമ്മറീസ് ഒന്നുമില്ല. സോ ഫൈനലി ആഫ്റ്റർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്ലാനിങ് വി ആർ ഹിയർ ഇൻ മുംബൈ. കുറേ നാളായിട്ട് ഐ വാണ്ടഡ് ടു കം ഹിയർ ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. മൈ ബ്രദർ is studying in Mumbai, so അവനോട് ഞങ്ങൾ ഡയറക്റ്റ്ലി ഹോട്ടലിലോട്ട് വരാൻ പറഞ്ഞിട്ട് വി ആർ ഓഫ് ടു ദ ഹോട്ടൽ. We booked a hotel in South Mumbai, closer to CST. అది రూమ్ టూర్ అది ഞാൻ എടുക്കാൻ പോകും ജേഴ്സി. വെല്ലിംഗ്ടൺ, ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഫസ്റ്റ് പ്ലാൻ വാസ് ടു ഈറ്റ് സംതിങ്. സോ അച്ഛൻ്റെ അമ്മയുടെയും ഫേവറേറ്റ് കേരള റെസ്റ്റോറൻറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റോപ്പ്. പണ്ട് വരുമ്പോ മീൻകറി ചോറ് കഴിക്കാറ്. അല്ല ആളൊക്കെ എങ്ങനെയുണ്ട്? ആള് വളരെ കുറവായിരുന്നു, ഇത്ര ആളൊന്നുമില്ല. അന്ന് ആ സമയത്ത് ഇതൊക്കെ ലക്ഷറി പോലെ കണ്ടോണ്ടിരുന്നത്. അച്ഛൻ 23 years. ബ്രദർ ഇവിടെ ആയതുകൊണ്ട് തന്നെ അവൻ കുറേ നാൾ നാടൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടും അവൻ ഒരു ഓർഡർ ചെയ്തത് ഒരു വെജ് സദ്യയായിരുന്നു. ആൻഡ് വി ഗോട്ട് മൈ പാരൻസ് ഫേവറേറ്റ് ഫിഷ് കറി. സർപ്രൈസിംഗ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇറ്റ് വാസ് റിയലി ഗുഡ്, ബട്ട് സദ്യ വാസ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റിങ്. പക്ഷേ ബാക്കിയെല്ലാം വാസ് സൂപ്പർ ടേസ്റ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസൈഡ് ടു ജസ്റ്റ് വാക്ക് അറൗണ്ട്, സീ അറൗണ്ട് ആൻഡ് എക്സ്പ്ലോർ എ ബിറ്റ്. നമുക്ക് ഗേറ്റ് വേ വാസ് വാക്കബിൾ ഡിസ്റ്റൻസ്, അപ്പോൾ വി തോട്ട് ഓക്കെ അങ്ങോട്ട് പോവാം. നല്ല ഭംഗിയുണ്ട്. പക്ഷേ നടക്കാന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ആൻഡ് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ വി ജസ്റ്റ് ഹാഡ് വൺ കുട. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു കുട വാങ്ങി, ബിക്കോസ് 4 പേർക്കും ഒരു കുട പറ്റത്തില്ല. This building first. Wait, first building. Leopold Cafe. Checking ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ലാസ്റ്റിൽ സ്ഥലത്തെത്തി. അതാണ് താജ് ഹോട്ടൽ. അതിന് നേരെ മുന്നിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ മുന്നിലുള്ള ഈ ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടനെ കൊണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ബിക്കോസ് അവർക്ക് മറ്റേ നമ്മുടെ ഫോട്ടോഗ്രാഫായിട്ട് കിട്ടും പ്രിൻറ്റഡ് ആയിട്ട്. സോ ദാറ്റ് വാസ് സംതിങ് വിച്ച് ഐ വാണ്ടഡ് ടു ഡു. ഇപ്പം ഞാൻ ഈ കുടയൊക്കെ മടക്കി പിടിച്ചാലും പിന്നെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് പോവാമെന്ന്. മഴ ഇഷ്ടപ്പെട്ടോ? അമ്മക്ക് മഴ ഇഷ്ടപ്പെട്ടോ? അച്ഛന് മഴ ഇഷ്ടപ്പെട്ടോ? നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കാതെ ഊബർ വിളിച്ചിട്ട് വി തോട്ട് സ്റ്റേഷൻ്റെ സൈഡിലോട്ട് പോവാമെന്ന്. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് നടക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ ഇത്രയും ദൂരം വന്നിട്ട് വടപ്പാവ് എങ്ങനെ കഴിക്കാതെ പോകും? അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഒന്നും നോക്കിയില്ല, വടപ്പാവ് കഴിക്കാൻ പോയി. ഇത് ആഴം വടപ്പാവ്. എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് അറിയില്ല. ഇത് എന്തായാലും ആ സ്റ്റേഷൻ്റെ CST സ്റ്റേഷൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിലാണ്. ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്യാം.
ഈ മഴയത്തും നല്ല റഷായിരുന്നു. ആൻഡ് അത് ശരിയാണ്, ഈ മഴയത്ത് നല്ല ചൂട് ചൂട് വടപ്പാവ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അമ്മ എന്താ കഴിക്കാതെന്ന് വിചാരിക്കരുത്, ബിക്കോസ് അമ്മ കഴിക്കില്ല, പൊട്ടറ്റോ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ടാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വടപ്പാവ് ദാറ്റ് ഐവ് ഹാഡ്. ആ പാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു, ഉള്ളിലത്തെ പൊട്ടറ്റോ നല്ല സീസൺഡ് ആയിരുന്നു. വിത്തൗട്ട് എനി ഡൗട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ദാറ്റ് ഐവ് ഹാഡ്. അത് കഴിഞ്ഞ് പെട്ടെന്നായ മഴ ആയതുകൊണ്ട് അമ്മ ഇട്ടിരുന്ന ചെരുപ്പ് മഴയത്ത് നടക്കാൻ അത്ര നല്ലതല്ല. സോ വി വെന്റ് ടു ഗെറ്റ് എ ചെരുപ്പ് ഫോർ ഹർ. ഞങ്ങൾ വന്ന അപ്പം തന്നെ ഇറങ്ങിയതുകൊണ്ട് നല്ല ടയർഡായി. ഞങ്ങളപ്പോൾ ഒരു കോഫി കുടിക്കാൻ ഇവിടെ ഹോട്ടലിൽ തിരിച്ചു വന്നു. അവിടെ കളിക്കാൻ കുറച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ഊണോ കാർഡ് എടുത്തിട്ട് ചായയുടെ കൂടെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. ആക്ച്വലി +2 എനിക്ക് പറഞ്ഞു അമ്മ എന്തിനാ അമ്മ ഊണ് പറയുന്നത്? ഒരു കാർഡ് ഉള്ള കയ്യിലുണ്ടെങ്കിൽ അമ്മ ഊണ് പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കോട്ട് പറയും. കോട്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് 8 കാർഡ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ അമ്മ പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഗുഡ് മോർണിംഗ്. സമയം എന്തായി? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബാ. ലാസ്റ്റ് ഡേ വന്ന ഉടനെ ഞങ്ങൾ കിടന്നുറങ്ങി. രാത്രി ഡിന്നർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡിൽ വടപ്പാവ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി സാമ്പാർ ഉണ്ടായിരുന്നു, ധോക്ല ഉണ്ടായിരുന്നു, പിന്നെ ദ യൂഷ്വൽസ് ജ്യൂസസ് ഉണ്ടായിരുന്നു, പിന്നെ കേക്ക്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു, കോഫി, സീരിയൽസ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾസോ ഹാഡ് സോസേജസ് ആൻഡ് ഹാം. Oh yeah, they also had a live counter for dosha and eggs. എന്നിട്ട് ഇന്നത്തെ എക്സ്പ്ലോറിന് വേണ്ടി വി ഗോട്ട് റെഡി. നമ്മൾ ഇന്ന് നമ്മൾ സെൻട്രൽ ലൈബ്രറി കാണാൻ പോയി. യു മൈറ്റ് ഹാവ് സീൻ ഇൻ മെനി മൂവീസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അച്ഛൻ്റെ ഓഫീസ് അതിൻ്റെ അടുത്തായിരുന്നു. നമ്മൾ ആ ഓഫീസ് കണ്ടു. പിന്നെ ചുമ്മാ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. പിന്നെ ഞങ്ങൾ BScയുടെ ബിൽഡിംഗ് കണ്ടു. ലസ്സിയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് നട്സൊക്കെ ഇട്ട് ഇത് ദെൻ വി തോട്ട് പോയിട്ട് കൊലാബയുടെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാം. ഞാൻ അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ നോക്കി, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദാദറിൽ ഞങ്ങൾ ഗോട്ട് ഇൻ ടു എ സ്വീറ്റ് ഷോപ്പ്. നമുക്ക് ഇവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോകാനായിട്ട് വി ഗോട്ട് സംതിങ്. ദിസ് ഈസ് എ വ്യൂ ഫ്രം ദെയർ ബാൽക്കണി. ലഞ്ച്
ലഞ്ചിന് ഭയങ്കര നല്ല ഫുഡായിരുന്നു. ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് സ്നാക്സും കഴിച്ചു. കുറച്ച് സമൂസ, കച്ചോടി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ട് പോവാണ്. ആൻഡ് ഗൈസ്, രാത്രി ടെർമിനൽ കാണാൻ എന്ത് ഭംഗിയാണ്. സോ വി തോട്ട് ഓക്കെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് രാത്രി സെൻട്രൽ ലൈബ്രറി കാണാൻ വിചാരിച്ച് നമ്മളവിടെ പോകാൻ ഇറങ്ങി. പറ്റത്തില്ല. മഴ അപ്പോഴും നിന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് നല്ല മഴയായിരുന്നു. ഇപ്പം നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വലിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു താജ് ഹോട്ടലിൻ്റെ അവിടോട്ട് വന്നു. ഇവിടെയും നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട്. ദെൻ വി തോട്ട് ഓഫ് ഗോയിങ് ടു മറൈൻ ഡ്രൈവ്. അവിടെ വരെ ഇവിടെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുള്ളതാണ്. അമ്മ കൊച്ചിനെ കണ്ടോ? അമ്മ അവരുടെ ആരെങ്കിലും ഭാര്യയായിരിക്കും. Let me tell you guys, രാത്രിയിൽ everything is so pretty. അങ്ങനെ ഇന്നത്തെ വായി നോക്കൽക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ഒരുങ്ങി. ഞങ്ങൾ പിന്നെയും ആ ഗേറ്റ് വേൻ്റെ സൈഡിലെത്തി. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് ചോദിക്കരുത്. ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഫോട്ടോസ് ഒരുപാട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് വന്ന് പെട്ടെന്ന് ഈ ഫോട്ടോസ് എടുത്തിട്ട് പോകാമെന്ന്. കഴിച്ച ഫുഡിൻ്റെ വീഡിയോസൊക്കെ എനിക്കറിയില്ല എവിടെ പോയിന്ന്. എല്ലാം എൻ്റെ കയ്യിലില്ല. ബട്ട് ലെറ്റ് മീ ടെൽ യു, ദ ഫുഡ് ഹിയർ ഇസ് ടു ഗുഡ്. ലൈക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. നല്ല ചിക്കൻ ടിക്കയും നാനും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് അവിടെ. Say bye to the place. ആൻഡ് ദെൻ വി ചെക്ക്ഡ് ഔട്ട് ഓഫ് ദ ഹോട്ടൽ. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. ദ സ്റ്റേ ഹിയർ വാസ് റിയലി ഗുഡ്. ഇറ്റ്സ് റെസിഡൻസി ഹോട്ടൽ, സൗത്ത് മുംബൈയിലുള്ളത്. നല്ല ലൊക്കേഷനായിരുന്നു. എല്ലാം നല്ല ഈസി ആക്സസിബിൾ. Destination. Please use rear. Next destination. യെസ് ഗൈസ്, ഇനി ഞങ്ങൾ 2 days ജുഹുലുണ്ടാവും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.